ഹലോ, ഈ മരം നോക്കണോ, എന്ത് രസമാണോ. ഇത് മൊത്തം നമ്മുടെ ഈ കാടിന്റെ നീതി അതിൽ ഒളിപ്പിച്ചേക്കാണ് കേട്ടോ. നോക്കണ്ട അങ്ങനെ പറഞ്ഞ ജി ബൂംബ. നമ്മുടെ ആചാരപ്രകാരം നിങ്ങൾ എന്നെ കെട്ടി. നമ്മൾ വലിയൊരു കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. മാമലക്കണ്ടെന്ന് പറയും. നമ്മൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും. ഇതെന്താണ് സെറ്റപ്പ്? ഇത് മുഖം തുടയ്ക്കാനാണ്. സ്റ്റോറി എളിയ തുടച്ച ബേക്കൊക്കെ പോകുന്ന, അതുകൊണ്ട് തുടയ്ക്കുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ ആചാരപ്രകാരം നിങ്ങൾ എന്നെ കെട്ടി. 2 ദിവസം ഇവിടുത്തെ താമസവും ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട്. നമ്മുടെ ഈരച്ചി തരുന്ന നമ്മുടെ ചുക്ക് കാപ്പിയില്ലേ, അതിൻ്റെ കുറച്ചും കൂടെ നൈസായിട്ടുള്ള വേഷം കേട്ടോ. അപ്പോൾ എഴുതി ഒപ്പിട്ടൂട്ടാ. ഇവർ വന്ന ഉടനെ റിസോർട്ട് എനിക്ക് എഴുതി തന്നു. നിഷ്കളങ്കരായിട്ടുള്ള ഹൃദയമുള്ളവരാണ് കേട്ടോ. ഞാൻ ട്രോളൊക്കെ ഇറക്കിയിട്ട് അവർ അനങ്ങുന്നില്ല. സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയോടുകൂടിയുള്ള വെൽക്കം. നൈസ്. നിങ്ങളുടെ സ്വന്തം അന്നമ്മയ്ക്ക് ഇവിടെ ഒരു വെൽക്കം ലെറ്റർ. 3900 ഫീറ്റ് എബോവ് സീ ലെവൽ. അപ്പോൾ നമ്മളെ വന്ന് കയറിയിട്ടേ ഉള്ളൂ, റൂമിലേക്ക് പോലും പോകുന്നില്ല. നമ്മളൊരു ട്രക്കിങ്ങിന് പോവുകയാണ് അല്ലേ. എറണാകുളത്ത് നിന്ന് വണ്ടി പോകുന്നതിൽ വെച്ച് ഏറ്റവും പൊക്കത്തിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ കൊയിനിപ്പാറ. അവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അന്നമ്മയ്ക്ക് സ്പെഷ്യൽ അതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ചായക്കട അല്ലേ. അപ്പോൾ ഒന്ന് പോയിട്ട് അവിടുത്തെ ഒരു വ്യൂ ഒക്കെ നമ്മളൊന്ന് ആസ്വദിച്ച് ചായയും കുടിച്ചിട്ട് ആന ചവിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരാം അല്ലേ. ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്നാ കാര്യമുണ്ട് അല്ലേ. എനിക്ക് സത്യത്തിൽ ഇവിടെ എത്തിയിട്ട് ഭയങ്കര വ്യൂ ആണ്. ഞാൻ എങ്ങോട്ട് നോക്കിയാലും മനോഹരമാണ്. പക്ഷെ അതിനേക്കാളും എനിക്ക് പറയാനുള്ളത് ഈ കയറി വന്നൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതിസാഹസികതയ്ക്കുള്ള അവാർഡ് കൊടുക്കണമെങ്കിൽ 2 പേർക്കാണ് കൊടുക്കാൻ പറ്റുക. ഒന്ന് താഴെ നീ മുകളിൽ വരെ ഈ ജീപ്പ് ഓടിച്ചു വരുന്ന ഡ്രൈവർമാർക്കും, പിന്നെ എൻ്റെ അപ്പൂസിനും. എന്നെ ചുമക്കുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ചേട്ടായി പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും ഇവിടെ മഴ പെയ്യും. അപ്പം മഴ പെയ്യാനുള്ളൊരു സമയം കഴിഞ്ഞിട്ടും പെയ്തില്ലെങ്കിൽ ഈ മലയുടെ ഓപ്പോസിറ്റ് ഒരു മുനിപ്പാറയുണ്ട് അല്ലേ ഏട്ടാ. മുനിപ്പാറയുണ്ട്. പണ്ട് മുനികളൊക്കെ തപസ് ചെയ്തിരുന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കൂടെ പിരിവെടുത്ത് ഓരോ വീട്ടിൽ നിന്നും സാധനങ്ങളെടുത്ത് അവിടെ പോയിട്ട് പായസം വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ മഴ പെയ്തിരിക്കും. അച്ചട്ടാണ്. ഞാനിപ്പോൾ പറയാൻ വരികയായിരുന്നു, ചെറിയ കുട്ടികളെയും കൊണ്ടൊന്നും വരണ്ടായിട്ട് റിസ്ക് ആകുന്നത്. നോക്കിക്കേ, കുഞ്ഞാക്ക് എത്ര വയസ്സുണ്ട്? ആണ് അല്ലേ. ഇവിടെ തന്നെയാണ് താമസിക്കണേ. അപ്പൊ കണ്ടോ, 2 വയസ്സ് പോലും ആവാത്ത കുഞ്ഞാവന്മാർ വരെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഭയങ്കര അടിപൊളിയാണ് അല്ലേ. കണ്ടോ, ഇത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ചുറ്റും നോക്ക്, മല നിരകൾക്ക് നടുവിൽ നിന്ന് ഏറ്റവും ഉയരമുള്ള ഈ പാറയുടെ മുകളിൽ നിന്നിട്ട് അസ്തമയം കാണുമ്പോണ്ടല്ലോ, ഇതിനെല്ലാം വേറൊന്നുമില്ല മാഷെന്ന് അന്നമ്മ പറയും. ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുന്ന ആരാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്രയും ഉയരത്തിലുള്ളൊരു ചായക്കട വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഏറ്റവും ഉയരമുള്ള മലയിൽ ഏറ്റവും ഉയരമുള്ള നമ്മുടെ കുട്ടൻ്റെ ചായക്കടയിൽ നിന്ന് അന്നമ്മ തത്സമയം. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവത്തിൻ്റെ ചൂടും ചുരുമായി ഞങ്ങൾ തിരികെ റിസോർട്ടിലേക്ക് പോവുകയാണേ. അവിടെ ചെന്ന ആദിവാസി സമൂഹത്തിൻ്റെ തനത് ശൈലിയായ കുമ്പങ്കാച്ചിയുടെ അനുഭവപുരയിലേക്ക്. അടിപൊളി മാസ് ജി ബൂംബ. അതെ, കുമ്പങ്കാച്ചി ഉണ്ടാക്കാൻ പോവാണ് അല്ലേ. അത് നല്ല 1-തരം നാടൻ കോഴിയുടെ കുമ്പങ്കാച്ചിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ്, മീന്, ചോറ്, ബിരിയാണി, എന്ത് വേണമെങ്കിലും നമുക്ക് ഈ കുമ്പങ്കാച്ചി ഉണ്ടാക്കാം. കപ്പ, ഓ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എൻ്റെ ചെലപ്പം ചേട്ടാ എല്ലാം ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വയറില്ലാത്തതുകൊണ്ട്
നാടൻ ചിക്കൻ്റെ കുമ്പങ്കാച്ചി ചെല്ലപ്പൻ ചേട്ടൻ ഞാനും കൂടെ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എന്നാ ഈ കുമ്പങ്കാച്ചി എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് വീഡിയോ കണ്ടു തന്നെ പറയത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ 1/2 കിലോ നാടൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 സബോള, കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മുടെ മുളയുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് ഇങ്ങനെ നിറയ്ക്കണം അല്ലേ. തീയിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ് സത്യത്തിൽ ഈ കമ്പങ്കാച്ചി. ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ, ഒരു 20 മിനിറ്റ് അല്ലേ. പിന്നെ നമ്മൾ തുറക്കാൻ കുറേ കൂടെ നേരം വേണം, ഒരു 5 മിനിറ്റ് തുറക്കാൻ. ആന ഓടിച്ച് മരത്തെ കയറ്റി ഇതിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കാം. കടുവയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ചുവന്ന ഡ്രസ്സ് ആനയുണ്ടെങ്കിൽ ധരിക്കാതിരിക്കുക. ആനയ്ക്ക് രാത്രി നല്ല കണ്ണ് കഴിക്കുക. മേഡം പോയിട്ട് ആനയെ കണ്ടോ? എത്ര എണ്ണം ഉണ്ടായിരുന്നു? അത് നമ്മൾ എടുത്ത് ഏറ് കളഞ്ഞിട്ട് ഇങ്ങനെ രാത്രി വെച്ചില്ലെങ്കിൽ ഇതിലെ പോകും. ഒറ്റ കഷ്ണം, അതിൻ്റെ ഒറ്റ കഷ്ണം കാണില്ല. ഏറ്റവും ടേസ്റ്റുള്ളത് നല്ല പുഴമീൻ, ഞണ്ട്. ഇവിടെ കിട്ടും. കാട്ടി പോകണം പിള്ള. നിന്റെ കുടിയേത്? മേലെ കുടിയാ കീഴെ കുടിയാ? എന്റെ പിള്ള നോക്കണ്ട, ഇവിടെ നോക്കണ്ട. രൊക്കം പച്ചക്കാട് പൂവല നമ്മുടെ കമ്പങ്കാച്ചി, നാടൻ ചിക്കൻ്റെ കമ്പങ്കാച്ചി റെഡി. ഇനി നിർത്താൻ തോന്നില്ല കേട്ടോ. പെടച്ചു. ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഇട്ട് ഇങ്ങനെ ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ചടിക്കാം. കപ്പ നല്ല വേവിച്ചടിച്ചതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കുഴച്ച് തിന്നാം. രാവിലെ എഴുന്നേറ്റിട്ടേ 8 മണിയായപ്പോൾ ഇതാ ട്രക്കിങ്ങിന് പോവാണ്. ഹലോ, ഈ മരം നോക്കണോ, എന്ത് രസമാണോ. ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള വലിയൊരു ചോലയാണ് ഇവിടെ. എന്നെ സംബന്ധിച്ച് ഒരു കൈയില്ല, ഒരു വടി സെറ്റാക്കി തന്നു അല്ലേ ചെല്ലപ്പൻ ചേട്ടാ? ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആനേനെ കാണാം കേട്ടോ. ഇത് പെരുംവേനലായതുകൊണ്ടാണ് കേട്ടോ. ഒരു മഴ പെയ്താൽ തന്നെ ഇതിങ്ങനെ ഒരു കുത്തൊഴുക്കായിരിക്കും. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുമായിട്ട് ഇതേ നമ്മ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. നല്ല ഡിന്നർ ഭയങ്കര ഹെവി ആയതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ഊത്തപ്പം, മസാല ഓംലെറ്റ്, ബ്രെഡ് സാൻഡ്വിച്ച്, കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സ്, കോഫി. കൂടാതെ ഇവിടെ നോർമലി ഇതാ നല്ല ഒന്നാം തരം ചുമന്ന ചമ്മന്തിയും സാമ്പാറും ഉണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് മാമലക്കണ്ടത്തിൽ മരം റിസോർട്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ്. എവിടെ നോക്കിയാലും കാടിൻ്റെ വന്യമായിട്ടുള്ള സൗന്ദര്യം. റൂംസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഗസ്റ്റിനും അത്രമാത്രം ശ്രദ്ധയും പരിചരണവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. പൊതുവായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ പോലും ഓരോ വില്ലയുടെ മുകളിലും പ്രൈവറ്റ് ബാത്ത് ഏരിയ ഉണ്ട്.
പരമാവധി നാടൻ വിഭവങ്ങളാണെങ്കിലും നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഇവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. കാടിൻ്റെ സൗന്ദര്യം കേട്ട് കണ്ട് അറിഞ്ഞ് സമാധാനമായി സന്തോഷമായിട്ട് സമയം ചെലവഴിക്കണമെന്നുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഇടമാണ് മരം. കാടിൻ്റെ വന്യതയെ തൊട്ടറിയുന്ന